بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നമ്മുടെ ലീഡേഴ്സ് ഉസ്താദ് ലൈനിലുണ്ടല്ലോ അല്ലേ? സെൻട്രലിലാണോ ഉള്ളത് അല്ലെങ്കിൽ ഓക്കെ സെൻട്രലിലാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. ഹാപ്പി സോണിന്റെ ഒരു ഫ്രീ വെബിനാർ ആണ്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈ സെഷനിൽ പുതുതായി ബിരുദധാരികളായി കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയും വ്യത്യസ്തമായ പ്രബോധന ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നവർ അവർക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സെഷൻ എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. ബിരുദധാരികളായി കർമ്മരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദഅവാ പ്രവർത്തനമായി വിലയിരുത്തപ്പെടേണ്ട മദ്രസ പ്രവർത്തനങ്ങളിൽ അവിടെ അധ്യാപകനായി സേവനം ചെയ്യുന്നവർ, അതുപോലെ ജുമുഅ മസ്ജിദുകളിൽ ജുമുഅത്ത് പള്ളികളിൽ ഖത്തീബായി സേവനമനുഷ്ഠിക്കുന്നവർ, ഇമാമായി സേവനമനുഷ്ഠിക്കുന്നവർ, മുഅദ്ദിനായി സേവനമനുഷ്ഠിക്കുന്നവർ, പിന്നെ ദഅവ പോലെയുള്ള കോളേജുകളിൽ ദർസുകളിൽ സേവനമനുഷ്ഠിക്കുന്നവർ, വ്യത്യസ്തമായ അത്തരം ദഅവ ഫീൽഡുകളിലേക്ക് ഇറങ്ങുന്നവർ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ആണ് ഈ ഒരു സെഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേസമയം പൂർണ്ണമായി എല്ലാ വിഷയങ്ങളും പരാമർശിക്കുക എന്നതല്ല, മറിച്ച് ചില പരിശീലന പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുക എന്നതുകൂടി ഇതിൽ ഉദ്ദേശ്യമാണ്. അതായത് എല്ലാ മേഖലയിലും പരിശീലനമുണ്ട്, ട്രെയിനിങ് ഉണ്ട്. ജഡ്ജി ആയാൽ പോലും ട്രെയിനിങ്ങുകളുണ്ട്. എന്നാൽ കാര്യക്ഷമമായി ട്രെയിനിങ് ആവശ്യമുള്ള മേഖലയാണ് മുഅല്ലിം, മുദരിസ്, ഖത്തീബ് എന്നൊക്കെ പറയുന്നത്. കാരണം ഒരു മദ്രസയാണെങ്കിൽ ഒരു മദ്രസയിലൂടെ നടക്കേണ്ടത്, മദ്രസയിൽ വരുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മതപരമായ ജീവിതം പരമാവധി മെച്ചപ്പെട്ടതാവുക, മതപരമായി വിജ്ഞാനം ഉണ്ടാവുക, അക്കാദമിക വിദ്യാഭ്യാസം ഉണ്ടാവുക, സ്വഭാവ പെരുമാറ്റ വിഷയങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുക, ആരോഗ്യത്തിൽ മെച്ചപ്പെടുക തുടങ്ങിയ മേഖലകൾ. മദ്രസയിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീട്, ഫാമിലി, ആ ഫാമിലിയിൽ നമ്മുടെ ദഅവത്തെത്തുക, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നടക്കേണ്ടതാണ് മദ്രസ എന്ന് പറയുന്നത്. കേവലം ഏതാനും പാഠപുസ്തകങ്ങളിലെ പാഠങ്ങൾ പഠിപ്പിച്ച് അതിന്റെ പരീക്ഷ എഴുതുക എന്നതല്ല ഒരു മദ്രസ എന്ന പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നടക്കേണ്ടത്. 2, ഖുതുബ. ഒരു ഖത്തീബിലൂടെ ആ ഖത്തീബ് ചുമതലയേൽക്കുന്ന മഹല്ലിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി, സാമ്പത്തിക പുരോഗതി, രാഷ്ട്രീയ പുരോഗതി, അതായത് കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രത്തിന്റെ നിർമ്മാണാത്മകമായ ഇടപെടലാണ് ഞാൻ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം രാഷ്ട്രീയത്തിലെ പുരോഗതി, ആ സമൂഹത്തിലെ ആരോഗ്യത്തിലെ പുരോഗതി, പിന്നെ ആത്മീയതയിലെ പുരോഗതി, ഇതെല്ലാം ഒരു ഖത്തീബിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണ്. ഒരു ഖത്തീബിന്റെ ടാസ്കായി, ഖത്തീബിന്റെ ടാർജറ്റിൽ വരേണ്ട ഒരു വിഷയമാണ്. ഇനി ഒരു ദഅവയാണെങ്കിൽ ഒരു മുതഅല്ലിം സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ സ്ഥാപന കാലയളവിൽ, ആ സ്ഥാപനത്തിലെ പഠന കാലയളവിന് ഇടയിൽ ആ കുട്ടി പൂർണ്ണ സംതൃപ്തനാവുകയും മനസ്സമാധാനമുള്ളവനാവുകയും ആ കുട്ടിയുടെ എല്ലാ തലത്തിലുള്ള വിദ്യാഭ്യാസവും സ്വഭാവവും ആരാധനാനിഷ്ഠയും ജീവിത വിശുദ്ധിയും സ്കിൽ ഡെവലപ്മെന്റ്, മലക്കുകളിലെ നൈപുണികളിലെ പുരോഗതിയും, ആ കുട്ടിയുടെ ആ വീട്ടിൽ ഇസ്ലാമിക സംസ്കാരം നടപ്പിലാവുക, ഈ വിഷയങ്ങളെല്ലാം വിജയിക്കേണ്ടതാണ് ഒരു ദഅവ ദർസ് പോലെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ. ഒരു റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടി വരുമ്പോ ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ഈ പരിസരവും എന്ത് ചെയ്യണം, ഈ പ്രബോധനത്തിന് വിധേയമാകണം എന്നതാണ് ശരിക്കുള്ള ടാസ്ക്. അപ്പോഴാണ് അതൊരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുന്നത്. അപ്പോ ദഅവയിലും ദർസിലും
മദ്രസയിലെല്ലാം നമുക്ക് വലിയൊരു ടാസ്ക് നിർവഹിക്കാനുള്ളതാണ് ശരിക്കും. അത് നിർവഹിക്കപ്പെടാൻ പറ്റാറുണ്ടോ? കേവലം ഒരു ഇമാമത്ത് നിന്ന് അല്ലെങ്കിൽ ഖുതുബ ഓതി അതിനുശേഷം ഒരു പ്രഭാഷണം നടത്തി പിരിയാനുള്ളതാണോ? പ്രഭാഷണം എന്നത് ഒരു മീഡിയം മാത്രമായിരിക്കും. ഈ മബലതിലേക്ക്, ഈ പർപ്പസിലേക്കുള്ള, ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴി മാത്രമായിട്ട് ഭാവിക്കേണ്ടതാണ് ഒരു പ്രഭാഷണം എന്ന് പറയുന്നത്. പ്രഭാഷണം ചെറിയൊരു വഴി മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ വിശാലമായ ഒരു 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 ലക്ഷ്യം, ഒരു മാർഗം രൂപപ്പെടേണ്ട ഒരു മേഖലയാണ് ഒരു ദാഇയുടെ മേഖല. അതിനെന്തു വേണം? അതിന് കൃത്യമായ പരിശീലനം ആവശ്യമായ ഇടവേളകളോടുകൂടെ ലഭിക്കണം. പരിശീലനം എന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ചില പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ ചില അഭ്യാസങ്ങൾ കാണിക്കുക, ചില ആക്ടിവിറ്റികൾ കാണിക്കുക, ആ ആക്ടിവിറ്റിയിലൂടെ അത് ട്രെയിനിങ് ആണ് എന്ന് വിശ്വസിക്കുക. ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ താരീഫിയായി അതിനെ നിർവചനാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ഏത് വിഷയമാണോ പരിശീലിപ്പിക്കുന്നത് ആ പരിശീലിപ്പിക്കപ്പെടുന്ന വിഷയം, പരിശീലിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക്, ആ ട്രെയിനിക്ക് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള പ്രാപ്തി നേടിക്കൊടുക്കുന്ന പ്രോസസ്സിനാണ് ട്രെയിനിങ് എന്ന് പറയേണ്ടത്, പരിശീലനം എന്ന് പറയേണ്ടത്. ഇപ്പൊ പരിശീലനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അവസാനിക്കേണ്ട ഒരു വിഷയമല്ല, മറിച്ച് തുടർച്ചയായി നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടത്താൻ സംവിധാനം ഒരുക്കുക, അതിന് പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നത് ആപ്പിസോൺ സ്വയം ഏറ്റെടുക്കുകയും അതിനുവേണ്ടി കളത്തിലിറങ്ങുകയും അൽഹംദുലില്ലാ നിരവധി പ്രഗത്ഭരായ ദായികൾ അതിൽ പരിശീലിക്കുകയും ധാരാളം അധ്യാപകർ ഈ ഒരു പരിശീലന മുറക്ക് വിധേയരാവുകയും അവർ വളരെ സംതൃപ്തിയോടുകൂടെ സമൂഹത്തിന് മുമ്പിൽ അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സന്തോഷദായകമായ രംഗം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പോ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഖതീബായി, അതുപോലെ മദ്രസയില്, ദർസില്, കോളേജുകളിലൊക്കെ ചുമതലയേൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം ലക്ഷ്യം സാധിക്കാൻ, ലക്ഷ്യം നേടിയെടുക്കാൻ നിലവിൽ സാധിക്കുന്നുണ്ടോ എന്നത് ഒരു സൂചന, ഒരു ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഉണർത്തൽ, ആ ഉണർത്തലാണ് ഈ ഫ്രീ വെബിനാർ കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതെന്താണ് ആ ചോദ്യം? ഇങ്ങനെ ഞാനൊരു ഖുതുബക്ക് ഇറങ്ങാണ്, അല്ലെങ്കിൽ ഞാനൊരു മുദരിസായിട്ട് ഇറങ്ങാണ്, അല്ലെങ്കിൽ ഞാനൊരു മുഅല്ലിമായിട്ട് ഇറങ്ങാണ്. ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഈ പറയപ്പെട്ട മബലഗ്, ഈ പറയപ്പെട്ട പർപ്പസ്, ഈ പറയപ്പെട്ട ലക്ഷ്യം അത് സാധൂകരിച്ച് തരാൻ പറ്റിയ വല്ല പരിശീലന മുറയും വല്ല പരിശീലന കോഴ്സും അവൈലബിൾ ആണോ? നിങ്ങൾക്ക് അങ്ങനെ സാധിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തു തരാൻ പറ്റുമോ എനിക്ക് എന്നൊരു ചോദ്യം ഉണ്ടാവുക. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി അത് നേടി, അത് പ്രായോഗികമായി നേടി ഇരിട്ടുള്ള ഒരു സംവിധാനമാണ് അൽഹംദുലില്ലാ ആപ്പിസോൺ എന്ന് പറയുന്നത്. ആപ്പിസോണിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഈ പ്രോഗ്രാമിനെ തന്നെ സ്വീകരിക്കുന്ന രീതി, ഓരോ ആഴ്ചയിലും നമ്മൾ ഒരുമിച്ച് കൂടുന്നു. നേരെ ചൊവ്വേ നമ്മൾ അനുഭവിക്കുന്ന ബിൽഫേൽ റിയലി നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അതിന്റെ പരിഹാരങ്ങൾ തീരുമാനിക്കുകയും ആ തീരുമാനിച്ച പരിഹാരം അടുത്ത ആഴ്ചയിൽ അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നത് വിലയിരുത്തിയിട്ട് ഇനി എന്ത് മാറ്റമാണ് അവിടെ, ഇനി ചെയ്യാനുള്ളത് എന്താണ്, അങ്ങനെ വിലയിരുത്തി അത് പ്രായോഗികമായി നമുക്കത് സാധ്യമാകുന്നിടത്തേക്ക് എത്തിക്കുക എന്നതാണ് ആപ്പിസോൺ സ്വീകരിക്കുന്ന രീതി. അതായത് ഒരാഴ്ച ക്ലാസ് കഴിഞ്ഞ് പിരിയലല്ല, അടുത്ത ആഴ്ച അതിന്റെ തുടർച്ച ചർച്ച ചെയ്യുന്നു, നടന്നോ ഇല്ലയോ അത് കറക്റ്റ് വിലയിരുത്തുന്നു, എന്നിട്ട് ഇനി എന്താണ് ആഡ് ചെയ്യാനുള്ളതെന്ന് വിലയിരുത്തുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ്, ആ പരിശീലന രീതി അൽഹംദുലില്ലാ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്ന പേരിൽ, ജീവിതം പരിപോഷിപ്പിക്കുന്ന പരിശീലനം എന്ന പേരിൽ ഖതീബിനും മുഅല്ലിമിനും മുദരിസിനും മറ്റധ്യാപകർക്കും അക്കാദമിക് ലെവലിലുള്ള അധ്യാപകർക്കൊക്കെ എല്ലാം പറ്റുന്ന രീതിയിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് ഇപ്പൊ നമ്മളത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അത് പരിചയപ്പെടുത്തുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നത് കൂടിയാണ് പച്ചയിൽ പറഞ്ഞാൽ ഈ ഫ്രീ വെബിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സെഷനിൽ അത്യാവശ്യം ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് സംശയം ചോദിക്കാൻ കളത്തിലേക്ക് വരാവുന്നതാണ്.
ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ആ ഒരു സാവകാശം എടുക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് വരാം. അതിനിടയിൽ തന്നെ സംശയമുള്ളവർക്ക് കൈ ഉയർത്തി റൈസ് ഹാൻഡ് ചെയ്ത് ചോദ്യത്തിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്ന ഒരു വിഷയം ഒരു മദ്രസ അധ്യാപനം. മദ്രസ അധ്യാപനം നടക്കുന്ന സമയത്ത് ഒന്ന്, നമ്മുടെ വിദ്യാർത്ഥി പൂർണ്ണ സംതൃപ്തരും പൂർണ്ണ സമാധാനമുള്ളവരും ആവുക. അതോടൊപ്പം അവരുടെ പഠനം വിജയകരമായി നടക്കുക, അവരുടെ സ്വഭാവം നന്നാവുക. ഇത് നിലവിൽ സാധ്യമാണോ? സാധ്യം ആകേണ്ടതാണ്. അത് സാധ്യമാകുന്നില്ലെങ്കിൽ അതൊരു ഭീകരമായ പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കപ്പെടാനാണ് പ്രായോഗികമായി നമ്മൾ രംഗത്തിറങ്ങുന്നത്. അവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്, ഇങ്ങനെയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ട്, എന്റെ PM ലാണ് ചോദ്യം വന്നത്, ഇങ്ങനെയൊക്കെ ട്രെയിനിങ് കിട്ടി എന്ന് കരുതി ശമ്പളം കൂടാനൊന്നും ഇല്ലല്ലോ, ആകെ ആ തുച്ഛമായ വരുമാനം തന്നെയല്ലേ ഉണ്ടാകുക? ചാറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യമാണ്. എന്റെ ആൻസർ എന്താ അറിയാം? നമ്മള് ഏറ്റെടുക്കാൻ സന്നദ്ധമാണെങ്കിൽ, ഈ രീതിയിൽ പ്രവർത്തിക്കാൻ, അതായത് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇത്തരം ചേഞ്ച് വരുത്താൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ, ഇവിടെ എത്ര ക്യാഷ് തരാനും ജനങ്ങൾ സന്നദ്ധമാണ്. അതിനാദ്യം ഈ ട്രെയിനിങ്ങിന് വിധേയരാകാൻ സന്നദ്ധമാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അതിന് പറ്റിയ പ്രൊജക്ട് അസൈൻ ചെയ്തു തരും. അതായത് കറക്റ്റ് നമ്മൾ ഒരു മദ്രസയിൽ മാത്രം വർക്ക് ചെയ്തിട്ട് ആ മദ്രസയിലൂടെ നല്ല പ്രൊഡക്ടിവിറ്റി, നല്ല ദായികൾ, ആ നാട്ടിൽ കരുത്തുറ്റ ദായികളായി ആ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. ദായികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പണ്ഡിതന്മാരൊന്നും ആകണ്ട. ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് നാട്ടിൽ ആവശ്യമുള്ള ഒരു റേഷ്യോ അനുസരിച്ച് പണ്ഡിതന്മാരാകേണ്ടവർ പണ്ഡിതന്മാരാകട്ടെ. അതുപോലെ അല്ലാത്ത വ്യത്യസ്തമായ ഫീൽഡുകളിലേക്ക് വളർന്നു വരേണ്ടവർ വ്യത്യസ്തമായ ഫീൽഡുകളിലേക്ക് വളർന്നു വരട്ടെ. അതിന് പറ്റും വിധം നാം പരിശീലിച്ച് രംഗത്ത് വന്നാൽ തീർച്ചയായും നമുക്ക് ഉയർന്ന വേതനങ്ങൾ, ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വേതനം നേടാൻ സംവിധാനം ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി തരും. അതിനുള്ള സപ്പോർട്ട് ചെയ്തു തരാൻ നമ്മൾ സന്നദ്ധമാണ്. ഒരുപാട് വഴികളുണ്ട്. അതില് പിന്നെ പഠന പിന്നോക്കാവസ്ഥയുള്ള മക്കളെ പഠിപ്പിക്കാൻ പരിശീലിച്ചാൽ അത് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അല്ലാത്ത ബിസിനസ് സംരംഭങ്ങൾ ലീഡ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ദർസുകൾ തന്നെ വ്യത്യസ്ത രീതിയിൽ ലീഡ് ചെയ്തിട്ട് ഹൈ ഇൻകം നേടാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. ഇങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്. നമ്മൾ സന്നദ്ധമാണെങ്കിൽ അവസരം ധാരാളമാണ്. നമ്മൾ കണ്ണ് തുറന്ന് കാണാൻ, അതുപോലെ ചെവി തുറന്ന് കേൾക്കാൻ നാം സന്നദ്ധമാണെങ്കിൽ അവസരം ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മുടെ 8 ജില്ലകളിലായി, കേരളത്തിലെ 8 സ്ഥലങ്ങളിലായി ടീച്ചേഴ്സ് ട്രെയിനിങ്, അധ്യാപകർക്ക്, ഉസ്താദുമാർക്ക് ഒക്കെ പങ്കെടുക്കാം, മുദരിസ്മാർക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടിയിടത്ത് തന്നെ ആ 8 ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ലിങ്ക് കിട്ടും, അതിന്റെ പരസ്യം കിട്ടും. അതുപോലെ റമദാനിന് ശേഷമാണ് പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ LDM ട്രെയിനിങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്ക് തന്ന ലീഡേഴ്സുമായി കണക്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പഠിക്കാവുന്നതാണ്. അഥവാ പഠന പിന്നോക്കാവസ്ഥ എങ്ങനെ പരിഹരിക്കാമെന്ന് പഠിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വാണിയമ്പലത്ത് റിസോർട്ടിൽ വെച്ച് ഒരു മാസ് ഹാപ്പി ഫാമിലി ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയാണ്. അതായത് വലിയ ഉന്നതരൊക്കെ ആയാലും പലപ്പോഴും ഫാമിലി എന്ന മാറ്ററിൽ കൃത്യമായ ഒരു ക്ലാസ് ലഭിക്കാത്തതിന്റെ പ്രയാസം പലപ്പോഴായിട്ട് നമ്മൾ അനുഭവിക്കാറുള്ളതാണ്. പാരന്റിങ്, കറക്റ്റ് പാരന്റിങ്ങിന്റെ ഒരു ട്രഡീഷണൽ അല്ലാതെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പാരന്റിങ്ങും, അതുപോലെ പിന്നെ മാരിറ്റൽ ആൻഡ് പ്രീ മാരിറ്റൽ പോസ്റ്റ് മാരിറ്റൽ ഇൻഫർമേഷൻ, മാരേജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതെല്ലാം നൽകപ്പെടുന്ന നല്ലൊരു മാസ് പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് വാണിയമ്പലത്ത് നല്ലൊരു റിസോർട്ടിൽ വെച്ച്, നല്ല അറ്റ്മോസ്ഫിയറിൽ, അടിപൊളി അറ്റ്മോസ്ഫിയറിൽ വെച്ച് നല്ലൊരു പ്രോഗ്രാം അവിടെ വെച്ച് നടക്കാൻ പോവുകയാണ്. അത് ഏപ്രിൽ
16-നാണ് നടക്കേണ്ടത്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്യാൻ കഴിയും. എല്ലാം ഡെഡ് ലൈൻ ഉണ്ട്. അതിന് മുമ്പ് തന്നെ കഴിയുന്നതും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്താൽ, ബുക്ക് ചെയ്താൽ അവസരങ്ങളുണ്ട്. മുദ്ര തെറാപ്പി, നമ്മുടെ വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ നേരിടുന്ന രോഗങ്ങൾ സ്വയം നമുക്ക് മറ്റ് ഇൻസ്ട്രുമെന്റോ മറ്റൊരു വ്യക്തിയോ ഇല്ലാതെ നമ്മൾ പഠിച്ചെടുത്താൽ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഫിസിക്കൽ സെഷനിൽ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുത്ത് നമുക്ക് സ്വയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒന്നാണ് മുദ്ര തെറാപ്പി. വിരലുകൾ മാത്രം, സ്വന്തം കൈവിരൽ ഉപയോഗിച്ച് രോഗശമനം തേടുന്ന രീതി. പിന്നെ വെക്കേഷൻ ക്യാമ്പ്, ഒരു ഉത്തരവാദിത്വത്തോടു കൂടെ, അതായത് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നതിന് പകരം ക്യാമ്പിലും തുടർന്നും ഒക്കെ നിങ്ങൾക്ക് മക്കളിൽ ചേഞ്ച്, എന്തൊക്കെ ചേഞ്ചാണ് ആവശ്യമെന്ന് നേരത്തെ പറയാൻ പറ്റുന്ന രീതിയിൽ, എന്നിട്ട് ആ ചേഞ്ച് ഒരു ഉത്തരവാദിത്വത്തോടു കൂടെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പ് പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അലിഫ്സാന്റെ കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, അലിഫ്സാനുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഊട്ടിയിൽ വെച്ച് ഒരു ക്യാമ്പ് ഇപ്പൊ നിലവിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഗ്രൂപ്പിൽ അതിന്റെയൊക്കെ പരസ്യം വരും. അതിൽ നമുക്ക് ഇടപെടുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോരുത്തർക്കും ഇത് പഠിച്ചെടുത്താൽ സ്വതന്ത്രമായി ഹൈ ഇൻകം നേടാനും, അതോടൊപ്പം വെറും ഇൻകം മാത്രമല്ല, അതിലൂടെ നല്ല ഒരു പ്രൊപ്പഗേഷൻ, നല്ലൊരു ദഅവത്ത്, നല്ലൊരു ഒരു സേവനവും ദഅവാ പ്രവർത്തനവും അതിലൂടെ നടത്തുകയും ചെയ്യാം, ഇൻകം ഏണിംഗ് ഉണ്ടാക്കുന്നതോടുകൂടെ തന്നെ. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പൊ ഒരു ഖത്തീബായി ഒരു മഹലിൽ പോകുമ്പോൾ കറക്റ്റ് അവിടെ കണക്കെടുത്ത് ഇത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇത്ര വീട്ടുകാരുണ്ട്, ഇത്ര മെമ്പർമാരുണ്ട്, പുരുഷന്മാർ ഇത്ര, സ്ത്രീകൾ ഇത്ര, സ്ത്രീകളിൽ ഇത്ര ജോലിക്ക് പോകുന്നവർ ഇത്ര, വീട്ടമ്മമാര്, വിധവകൾ ഇത്ര, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇത്ര, സാമ്പത്തിക സ്വസ്ഥതയുള്ളവർ ഇത്ര, സമ്പന്നർ ഇത്ര, പിന്നെ പ്രൊഫഷനുകൾ ഓരോന്നിലും ഇത്ര പേര്, അല്ലാതെ കൂലിപ്പണിക്ക് പോകുന്നവർ ഇത്ര, അതിൽ പിന്നെ മതപരമായി നല്ല നിലവാരത്തിലുള്ളവർ ഇത്ര, മതപരമായി അധോഗതിയിലുള്ളവർ ഇത്ര പേര്, അങ്ങനെ കറക്റ്റ് കണക്കുകൾ ശേഖരിക്കുന്ന രീതിയിൽ പഠിച്ച് അതിന്റെ പരിഹാരം പീരിയോഡിക്കലായി, അതായത് കാലാവധി അടിസ്ഥാനത്തിൽ, നിശ്ചിത സമയാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ആ വർക്കുകൾ, ആ ടാസ്കുകൾ ചെയ്തു തീർക്കുന്ന രീതി, ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. അതിനൊരു കരിക്കുലവും അതിൻ്റെതായ ഒരു സിലബസും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. പിന്നെ തദ്രീസ് താലീമിലെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി, നല്ല വിപ്ലവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. നിലവില് ഒരു ദഅവാ കോളേജിൽ SSLC കഴിഞ്ഞ് +1 ഒരു 30 കുട്ടികൾ ജോയിൻ ചെയ്താൽ അതിൽ നിന്നൊരു PG ഹോൾഡറായി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് തിരിച്ചിറങ്ങുന്ന ബിരുദധാരികൾ എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് നോക്കിയാൽ പലപ്പോഴും വളരെ വിരളമാണ്. ഇനി ഇത്രയും കടഞ്ഞെടുത്ത് അവസാനം ഇറങ്ങുന്ന ദായികളിൽ തന്നെ ഒരു സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് എന്ന് നോക്കിയാൽ, സമൂഹത്തിന്റെ മതപരമായ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളത്തിലിറങ്ങി വിപ്ലവം സൃഷ്ടിക്കാൻ, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട് എന്ന് നോക്കിയാൽ പലപ്പോഴും ഒരു ഭീകരമായ ഒരു ഉത്തരം നമ്മളെ തേടി കാത്തു നിൽക്കുന്നത് കാണാം. അതിന് പരിഹാരം കാണാനൊക്കെ നമ്മെ സഹായിക്കുന്നതാണ് ഈ പരിശീലന രീതി. ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് ഹാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യാം. അവിടെയൊക്കെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, മോശം പശ്ചാത്തലത്തിലേക്ക് പോകുന്നവർ, ലിബറൽ ചിന്താഗതിയുള്ളവരെ മാറ്റിയെടുക്കാൻ, ഇതിനൊക്കെ നമുക്ക് കഴിയും. അതിനെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് ചെയ്യുക. അതേസമയം റിസൾട്ട് അത് വളരെ ഹൈ എക്സ്പെക്റ്റഡ് ആണ്, റിസൾട്ട് വളരെ പ്രതീക്ഷാദായകമാണ്. ആ രീതിയിൽ ഉള്ള മെത്തേഡ് അൽഹംദുലില്ലാഹ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഈ സദസ്സിൽ, ഈ ഒരു സെഷനിൽ നിങ്ങളിൽ ആരെങ്കിലും ഇടപെട്ട് ഒരു ഇന്റർവെൻഷൻ, ഒരു ചോദ്യോത്തരം, അല്ല ഒരു വിഷയങ്ങൾ ചോദിക്കാനോ ഇടപെടാനോ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ യു ആർ വെൽക്കം, ഓൾ ഓഫ് യു. എല്ലാരെയും മർഹബം ബിക്കും ജമിയാൻ, എല്ലാരെയും സ്വാഗതം ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഒരു ദഅവത്തിന്റെ നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി വലിയ സമയം സമർപ്പിച്ച് അത് പഠിച്ചെടുത്ത്
അത് റിയൽ ആണ്, റിയലി റിസൾട്ടബിൾ ആണ്, യഥാർത്ഥത്തിൽ അത് ഉത്തരമുള്ളതാണ്, ഫലമുള്ളതാണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ധാരാളം പ്രതിഭകൾ അൽഹംദുലില്ലാ ഹാപ്പി സോണിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ട്രെയിനിങ് കിട്ടിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ബഹുമാന്യരായ പണ്ഡിത സഹോദരങ്ങളെയും ഈ ഒരു സെഷനിലേക്ക് ഒരിക്കൽ കൂടെ വളരെ ഹൃദ്യമായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിന്റെ ഈ നല്ല ഹൃദ്യമായ സെഷനുകളിലേക്ക് സ്വമനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെ കടന്നു വരാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അരമണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിച്ചത്, 25 മിനിറ്റായി. റീസ് ആൻഡ് ചെയ്യാത്തത് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള ഭാഗം കൂടി ഞാൻ പറഞ്ഞു നിർത്തിച്ചതാണ്. ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സംഭവങ്ങളും പറയാനുണ്ട്. നല്ല മുഹൂർത്തങ്ങൾ ദർസില്, മഹല്ലില്, മദ്രസയില് ഒക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ധാരാളം അനുഭവങ്ങൾ യഥേഷ്ടം പറയണം. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തു, അബൂ മൈക്ക് ഓൺ ചെയ്തു. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യട്ടോ അബൂബക്കർ. വെറുതെ റീസെൻഡ് ചെയ്തതായിരിക്കും അല്ലെ, യാദൃശികമായി റീസെൻഡ് ആയിപ്പോയതായിരിക്കും. ഷെയറിങ് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഞാനും ഇതുപോലെ ഉസ്താദിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഹാപ്പി സോണിന്റെ ഒരു സെന്റർ നടത്തുന്നു. ഹാപ്പി സോണിന്റെ ഭാഗമാണ് ഞാൻ. ഉസ്താദിന്റെ ഈ സെന്ററിലേക്ക്, ഈ സിസ്റ്റത്തിലേക്ക് ഞാൻ വരാനുണ്ടായ എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കൽ നല്ലതാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഒരു മദ്രസയിൽ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു സമയത്ത് കുട്ടികളെ ഞാൻ ഒരുപാട് പഠിപ്പിക്കും. പക്ഷെ എനിക്ക് സമാധാനം കിട്ടുന്ന, തൃപ്തിയാവുന്ന ഒരു രൂപത്തിലേക്ക് റിസൾട്ട് വരാതിരുന്നപ്പോൾ വലിയ സങ്കടം തോന്നി. ഒരുപാട് പഠിപ്പിക്കുന്നു, കുറെ സമയം മദ്രസയിൽ എല്ലാ ദിവസവും പോകുന്നു, കുട്ടികളുടെ പഠനത്തിലോ സ്വഭാവത്തിലോ വിചാരിക്കുന്ന ഒരു മാറ്റമൊന്നും കാണാതിരുന്നപ്പോൾ പ്രയാസം തോന്നി. അങ്ങനെ നല്ലൊരു ട്രെയിനിങ് കിട്ടണമെന്ന് വിചാരിച്ചാണ് ഉസ്താദിന്റെ ക്ലാസ്സിലേക്ക് വന്നത്. ഒരു 2 കൊല്ലം മുമ്പ് ഉസ്താദിന്റെ അടുത്ത് LDM കോഴ്സ് ഉണ്ട് എന്ന് എനിക്കറിയാം. അതായത് പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ എഴുത്തും വായനയും വേഗം പഠിപ്പിക്കാനും അത് മുഖേന കുട്ടികളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനമൊക്കെ കണ്ടെത്താൻ പറ്റുന്ന, സ്വന്തമായി റെമഡിയൽ സെന്റർ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനം. അത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉസ്താദിന്റെ അടുത്ത് എത്തിപ്പെട്ടതാണ്. അതിനുശേഷം ഉസ്താദിനോട് ആദ്യം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അൽഹംദുലില്ലാഹ്, അതിന്റെ ഇടയിൽ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഹാപ്പി സോണിന്റെ ഒരു ട്രെയിനിങ് സെന്റർ കുറ്റ്യാടിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൗകര്യമുള്ള ഒരു വീട്ടില് പഠനപ്രയാസമുള്ള കുട്ടികൾ വരുന്നതും കാര്യമായി ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ നടക്കുന്ന സ്ഥിരമായ കോഴ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് വന്ന് എൻ്റെ ആവശ്യം ഇതാണ്: ഒന്ന്, മദ്രസയിൽ ഒരുപാട് പഠിപ്പിക്കുന്നു, വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല, എനിക്ക് തൃപ്തി കിട്ടുന്നില്ല എന്നതാണ്. രണ്ടാമത്തത്, മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശമ്പളം കേവലം, എല്ലാവർക്കും അറിയാലോ, ചുരുങ്ങിയൊരു ശമ്പളമായിരിക്കും. അതെനിക്ക് മതിയാവുന്നില്ല, എനിക്ക് സാമ്പത്തികമായ ഒരു ഉന്നമനം കൂടെ ലക്ഷ്യമുണ്ട്. ഈ 2 കാര്യം ഉസ്താദിനോട് ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് റെമഡിയൽ സെന്റർ തുടങ്ങണം, പഠനപ്രയാസമൊക്കെ അനുഭവിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനും അത് മുഖേന വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു റെമഡിയൽ സെന്റർ. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു: നിങ്ങൾ കേവലം റെമഡിയൽ സെന്റർ തുടങ്ങാൻ മാത്രമാണ് ഹാപ്പി സോണിന്റെ കോഴ്സ്, അതായത് നെറ്റ് എന്നാണ് ഹാപ്പി സോണിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ലൈഫ് ചേഞ്ചിങ് വരുന്ന കോഴ്സ്, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. ആ കോഴ്സ് നിങ്ങൾ ചെയ്യുന്നത് കേവലം റെമഡിയൽ സെന്റർ തുടങ്ങാൻ മാത്രമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ട്രെയിനർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് റെമഡിയും മറ്റു കോഴ്സുകളൊക്കെ പഠിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ട്രെയിനർ ആവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സ് ചെയ്തോ, അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ല എന്നാണ് ഉസ്താദ് എന്നോട് ആദ്യം പറഞ്ഞത്. അത് കേട്ടപ്പോൾ
എനിക്ക് തന്നെ വിശ്വസിക്കാൻ തോന്നിയില്ല. എനിക്കതിന് കഴിയുമോ, സാധ്യമാവുമോ ആശങ്കയായിരുന്നു. എന്നാലും ഉസ്താദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഗോൾ സെറ്റിങ്ങോട് കൂടെയാണ് ഞാൻ ഇതിന്റെ ഭാഗമാവുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഹാപ്പി സോണിന്റെ LDM കോഴ്സ്, ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഉസ്താദിന്റെ മാസ്റ്റർ പീസ് കോഴ്സായ ലെറ്റ്, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്, അത് ചെയ്തു. അൽഹംദുലില്ലാഹ് നിലവിൽ ഒരു സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, എഴുത്തും വായനൊന്നും അറിയാത്ത. എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. കണക്ക് പ്രകാരം 30% കുട്ടികൾ ഓരോ സ്ഥാപനത്തിലും ഓരോ നാട്ടിലും പഠനത്തിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരാണെന്നാണ്. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ എഴുത്തും വായനയും പ്രയാസമുള്ളവരായിരിക്കും. അത് പ്രകാരം തീരെ എഴുത്തും വായനയും ഒന്നും അറിയാത്ത കുട്ടികളൊക്കെ ഇവിടെ വരുന്നു. നമ്മൾ ക്ലാസ് കൊടുത്തുകൊണ്ട് നല്ല ഫീസൊക്കെ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. വിത്ത് ഗ്യാരണ്ടി, ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയോടുകൂടെ ക്ലാസ് കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഉസ്താദിന്റെ ലെറ്റിൽ ചേരുമ്പോൾ എനിക്കുണ്ടായിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണാർത്ഥത്തിൽ നേടാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ക്ലാസ് കൊടുക്കാനൊക്കെ ഈ ഈ സിസ്റ്റത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് സാധിക്കുന്നു. അൽഹംദുലില്ലാഹ് നിങ്ങൾക്കൊക്കെ ഉസ്താദ് പറഞ്ഞ രൂപത്തിൽ കോഴ്സുകൾ ഉപയോഗപ്പെടുത്താനും, ഹാപ്പി സോണിന്റെ ലക്ഷ്യം തന്നെ ഒരുപാട് ട്രെയിനർമാരായ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കൊക്കെ നല്ല രൂപത്തിൽ റിസൾട്ട് കിട്ടുന്ന ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്ന ട്രെയിനേഴ്സിനെ രൂപപ്പെടുത്തുക എന്നതാണ്. സമൂഹത്തിൽ ഇന്ന് നമുക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മദ്രസകൾ, സ്കൂളുകളൊക്കെ ആയിട്ട്. ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യത്തിന്റെ ശരിയായ മറുപടി, ഉള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ അധികാരികൾ, മാനേജ്മെന്റ് വെക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് ഇനി നമുക്ക് വേണ്ടത്. ഇനി സ്ഥാപനങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിക്കുക എന്നതിനപ്പുറം ഉള്ള എല്ലാ സ്ഥാപനങ്ങളിലും അവര് മാനേജ്മെന്റ് വെക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് വേണ്ടത്. അതിന് നല്ല ട്രെയിനിങ് ആണ് ആവശ്യമുള്ളത്. അതിനാവശ്യമായ എല്ലാ ട്രെയിനിങ്ങും ടീച്ചേഴ്സിന് വേണം, പാരൻസിന് വേണം, മാനേജ്മെന്റിനും ഒക്കെ ട്രെയിനിങ് വേണം. എല്ലാ ട്രെയിനിങ്ങും ഉൾപ്പെടുത്തിയാണ് ഹാപ്പി സോണിന്റെ കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ സമ്പത്തിലോ സമൂഹത്തിൽ ഇടപെടുന്നവരാണെങ്കിൽ ആ മേഖലയിലോ എന്ത് നേട്ടങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ആ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ ലെറ്റ് എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പറയാൻ കഴിയും, ഒരുപാട് അധ്യാപകരെയും രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം വിചാരിച്ച നേട്ടങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. 4 ലക്ഷ്യങ്ങളാണ് ഹാപ്പി സോൺ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾ. ഒന്ന് ആത്മീയമാണ്, രണ്ടാമത്തേത് സാമ്പത്തികമാണ്, മൂന്നാമത്തേത് ഹാപ്പിനെസ് ആണ്. ഇങ്ങനെ 4 നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ ഇതുവരെയുള്ള കഴിഞ്ഞ 7 വർഷമായിട്ട് ഹാപ്പി സോണിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ഹാപ്പി സോണിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. ഇതൊരു റിയൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ സെഷനിൽ വരികയും ചാറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് പ്രോത്സാഹനം നൽകുകയും ഇത് കേൾക്കുകയും ഒക്കെ ചെയ്യാൻ മനസ്സ് കാണിച്ച എല്ലാ ബഹുമാന്യരായ പണ്ഡിതന്മാരെയും വളരെ നിറഞ്ഞ മനസ്സോടെ സർവാദരവോടുകൂടെ നമ്മൾ സന്തോഷം അറിയിക്കുന്നു. ഹാഫിദ് ഉസ്മാൻ ഉസ്താദ്, ഫൈസൽ സഖാഫി കൂടല്ലൂര്, എല്ലാരെയും വളരെ സന്തോഷത്തോടെ നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇൻഷാ അല്ലാഹ് വെൽക്കം ചെയ്യുന്നു. ഉസ്താദ് ചാറ്റ് ബോക്സിൽ ഉള്ളതിന് ആൻസർ ചെയ്യണം. കോഴ്സുകൾ പെരുന്നാളിന്റെ ശേഷം നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ നിലവിൽ തീരുമാനമായ 4 കോഴ്സുകളാണുള്ളത്. ഹാപ്പി സോണിന്റെ പ്രധാനപ്പെട്ട കോഴ്സായ ലെറ്റ് അടക്കം 5 കോഴ്സുകൾ. എല്ലാത്തിനും വ്യത്യസ്തമായ ഫീസും വ്യത്യസ്തമായ ഓഫറും ഒക്കെയാണുള്ളത്. പിന്നെ ആവശ്യമുള്ള ആളുകൾ
പേഴ്സണലായി ഒന്നുകിൽ ഗ്രൂപ്പിൽ ഉണ്ടാവും, എല്ലാവരും ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാം. ഒന്ന്, 8 ജില്ലകളിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടക്കുന്നു. 8 ജില്ലകളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വരാനിരിക്കുന്നു. അത് കാസർഗോഡ്, മംഗലാപുരം, കണ്ണൂര്, കോഴിക്കോട്, ഇങ്ങനെ തുടങ്ങി കൊല്ലം 8 ജില്ലകളിൽ നടക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒന്ന് LDM കോഴ്സാണ്, ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ്. ചില ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവും എത്ര പഠിപ്പിച്ചിട്ടും അവന് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസൊക്കെ. അങ്ങനത്തെ കുട്ടികളെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ. അൽഹംദുലില്ലാ, അവരൊക്കെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വിത്ത് ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി അവരെ ട്രെയിൻ ചെയ്തുകൊണ്ട് എഴുത്തും വായനയും നന്നായി പഠിപ്പിക്കാനുള്ള ട്രെയിനറിനുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ്. അത് പഠിച്ചെടുത്താൽ വരുമാനം കണ്ടെത്താനൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ മൂന്നാമത്തത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും LDM-ഉം മുദ്ര തെറാപ്പി കോഴ്സ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ, രോഗങ്ങൾ ചികിത്സിക്കാൻ കഴിയും. റിയാലിറ്റിയാണ്, അനുഭവമാണ്. അത് പഠിച്ചെടുക്കാനുള്ള ഒരു കോഴ്സാണ് മുദ്ര തെറാപ്പി കോഴ്സ്. പിന്നെ അതുപോലെ ഹാപ്പി ഫാമിലി എന്ന് പറയുന്ന കോഴ്സ്, കുടുംബത്തോടൊപ്പം ഭാര്യയും മക്കളൊക്കെ കൂട്ടി വണ്ടൂരിൽ ഒരു റിസോർട്ടിൽ നടക്കുന്ന ഒരു കോഴ്സാണ്. കപ്പിൾസ് ട്രെയിനിങ്ങും അതുപോലെ പാരന്റിങ്ങുമാണ് അതിന്റെ ടോപ്പിക്കുകൾ. മോർണിംഗ് ടു ഈവനിങ് ഫുൾ ഡേ സെഷനാണ്. കുടുംബപരമായി നിലവിലുള്ള സന്തോഷത്തെക്കാൾ കൂടുതൽ പ്രയാസങ്ങളുള്ളവർക്ക് അത് ഇല്ലാതാക്കാനും ഉള്ള സന്തോഷം കൂടുതൽ വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സാണത്. പിന്നൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലെറ്റ് കോഴ്സാണ്, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. അതിന്റെ അർത്ഥം ജീവിതം പരിപോഷിപ്പിക്കാനുള്ള പരിശീലനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജോലി, കുടുംബം, സാമ്പത്തികം, നമ്മുടെ ഇടപെടുന്ന സാമൂഹിക മേഖലകൾ, എല്ലാ മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് കോഴ്സ്. ഒരു ലൈഫ് ട്രാൻസ്ഫർമേഷൻ കോഴ്സാണത്. നിങ്ങൾ എന്ത് നേട്ടങ്ങൾ വെച്ചുകൊണ്ടാണോ ഇതിലേക്ക് വരുന്നത് അത് ആദ്യം അവതരിപ്പിക്കണം, അത് നേടിത്തരിക എന്നതാണ് കോഴ്സിന്റെ ലക്ഷ്യം. പിന്നെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ള ഒരു കോഴ്സ് അല്ലാതെ ഓരോ വ്യക്തിയും ഇടപെടുന്ന ജോലി, കുടുംബം, സമൂഹം, എല്ലാവരിലും നമ്മൾ കണ്ടുമുട്ടുന്നവരിലൊക്കെ നമുക്ക് സന്തോഷം കൊടുക്കാൻ കഴിയും. നെറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്വഭാവം സ്വീകരിക്കാൻ കഴിയും, നല്ലൊരു സന്തോഷമുള്ള അവസ്ഥയായിരിക്കും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, അവരിലൊന്നും മാറ്റം ആവശ്യമില്ല, നമ്മളിലാണ് മാറ്റം ആവശ്യമുള്ളത്. നമ്മൾ എങ്ങനെ മാറും, നമ്മൾ എങ്ങനെ മാറണം എന്ന് റിയലായിട്ട് ചെയ്ത് കാണിച്ചു തരും. നല്ലൊരു അനുഭവമായിരിക്കും. ഇങ്ങനെ 5 കോഴ്സുകളാണ് ഇപ്പോൾ പറയാനുള്ളത്. വ്യത്യസ്ത ഫീസുകളാണ്. ഇതില് ഓൺലൈൻ കോഴ്സായി വരുന്നത് ലെറ്റിൻ ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അതുപോലെ മറ്റു പല ഓൺലൈൻ കോഴ്സുകളും നമ്മുടെ ഗ്രൂപ്പുകളിൽ വരാനിരിക്കുന്നു. ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് ഓൺലൈനായി ഓഫ്ലൈനായി നടക്കുന്നുണ്ട്. ഫീസിനെ കുറിച്ചൊക്കെ പേഴ്സണലായിട്ടൊക്കെ ബന്ധപ്പെടാം. ഇപ്പോൾ നോമ്പ് കഴിയുന്നതിന് മുമ്പ് ഒരു 3 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് ഓഫറുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാപ്പി സോണിന്റെ കോഴ്സുകളുടെ പ്രത്യേകത കേവലം കോഴ്സിനൊരു കോഴ്സ് എന്നതല്ല, മാറ്റത്തിനുള്ള കോഴ്സുകളാണ് ഹാപ്പി സോൺ മുന്നോട്ട് വെക്കുന്നത്. ചെയ്ത എല്ലാവർക്കും ഗ്യാരണ്ടിയാണ്. അതിന്റെ റിസൾട്ടും പിന്നെ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്നതാണ് ഹാപ്പി സോൺ. ഹാപ്പി സോണിന്റെ സെന്ററുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ 3 സെന്ററുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് കുറ്റ്യാടിയാണ്, രണ്ടാമത്തേത് കോണോംപാറ, അതിന്റെ അടുത്തായിട്ട് വരും, മൂന്നാമത്തെ തിരൂര്. 3 സ്ഥലത്തും സെന്ററുകൾ നടത്തുന്നത് ഉസ്താദിന്റെ അടുത്ത്, ഞാനിപ്പം കുറ്റ്യാടിയിൽ സെന്റർ നടത്തുന്ന ഒരാളാണ്. ഉസ്താദിന്റെ അടുത്ത് വന്ന് കോഴ്സ് പഠിക്കുന്ന ആളുകളൊക്കെ സ്വന്തമായ ഒരു നിലയിലേക്ക് നമ്മുടെ ദീനി ദാവത്ത് അതിന്റെ മേഖലയിൽ സ്വന്തം ഒരു മുദ്ര പതിപ്പിക്കാൻ കഴിയും രൂപത്തിൽ വളർന്നു വന്നുകൊണ്ട് സ്വന്തമായിട്ട് വളരുകയാണ് ഓരോ ആളുകളും. ഉസ്താദിന്റെ കോഴ്സ് ചെയ്തവരാണ് ഓരോ നാടുകളിലും സെന്ററുകൾ തുടങ്ങുന്നത്. പിന്നെ വളരെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു.
താല്പര്യമുള്ളവർക്ക് ഹാപ്പി സോണിന്റെ ഭാഗമാവാനും കോഴ്സുകൾ ചെയ്യാനും പിന്നെ മുന്നോട്ട് വരുന്നവർക്ക് സ്വന്തമായി സെന്റർ തുടങ്ങാനും വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹാപ്പി സോൺ അതിന് നിലമൊരുക്കിയിരിക്കുന്ന ഒരു ഇടമാണ്. പിന്നെ ഒരുപാട് വളർന്നു വരുന്ന ആളുകളെ, ട്രെയിനേഴ്സിനെയും മറ്റ് എല്ലാ മേഖലയിലും കഴിവുള്ള ആളുകളെയും വാർത്തെടുക്കുക എന്നതാണ് ഹാപ്പി സോണിന്റെ ലക്ഷ്യം. ഡ്യൂറേഷൻ ഓരോ കോഴ്സിനും വ്യത്യസ്ത ഡ്യൂറേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് ആണത്. അതിന്റെ ഡ്യൂറേഷൻ ബേസിക്കും അഡ്വാൻസും ഉണ്ട്. ബേസിക് 3 മാസമാണ് കാലാവധി. ആ 3 മാസ കാലാവധിയിൽ നിങ്ങൾ എന്ത് നേട്ടം വെച്ചാണോ ഇതിലേക്ക് വരുന്നത് നേടിത്തരാൻ അൽഹംദുലില്ലാഹ് ഹാപ്പി സോണിന് ഇൻഷാ അല്ലാഹ് സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ കോഴ്സുകളൊക്കെ ഷോർട്ട് ടേം കോഴ്സുകളാണ്. LDM, മുദ്ര തെറാപ്പി, ഹാപ്പി ഫാമിലി, വയലിൻ ട്രെയിനിങ്, ഈ 4 ക്ലാസ്സുകളും ഫുൾ ഡേ സെഷൻ ആണ് വരിക. രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഫാമിലി ക്ലാസ് നടക്കുന്നത് വണ്ടൂർ റിസോർട്ടിലാണ്. വയലിൻ ട്രെയിനിങ് നടക്കുന്നത് വ്യത്യസ്തമായ 8 ജില്ലകളിലാണ്. മുദ്ര തെറാപ്പി നടക്കുന്നത് ഊട്ടിയിൽ വെച്ചാണ്. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലത്ത് വെച്ചാണ് കോഴ്സുകൾ നടക്കുന്നത്. LDM കോഴ്സ് നടക്കുന്നത് കോഴിക്കോട് സിറ്റിയിൽ വെച്ചാണ്. ഇനിമോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇടപെടാനുണ്ടോ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കല്ലേ. അതെ, സംശയമുള്ളവർക്ക് ചോദിക്കാട്ടോ. ഒരാൾ ചോദിച്ചു LD ക്ലാസ് എന്നാണ്. ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് കോഴ്സ് പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും സ്വന്തമായി സെന്റർ തുടങ്ങാനും വരുമാനം കണ്ടെത്താനും കഴിയുന്നത്. അത് തുടങ്ങുന്നത് ഏപ്രിൽ 7-ാം തീയതി, ഏപ്രിൽ 6-ന് 7-നായിട്ട് മദ്രസ തുറക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ക്ലാസ് തുടങ്ങും. തുടങ്ങുന്ന ഫുൾ ഡേ സെഷനോട് കൂടിയാണ്. കോഴിക്കോട് സിറ്റിയിലെ നല്ലൊരു ഹോട്ടലിൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഓഫ്ലൈൻ സെഷനോട് കൂടിയാണ് അത് തുടങ്ങുക. മദ്രസ തുറക്കുന്നതിന്റെ തലേ ദിവസമായിട്ട് തുടങ്ങും. നിലവിൽ സെന്ററുകളിൽ എന്തൊക്കെ കോഴ്സ് നടക്കുന്നു? ഞാനിപ്പോ ഒരു 5 കോഴ്സുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലെറ്റാണ്, ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് കോഴ്സ്. ഫീസിനെ കുറിച്ച് ചോദ്യം. ഫീസ് ഓരോ കോഴ്സിനും വ്യത്യസ്തമായ ഫീസാണ്. താല്പര്യമുള്ള ആളുകൾ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടാല് ഫീസും നിലവിൽ 3 ദിവസത്തിന്റെ ഉള്ളിൽ ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അറിയാൻ സാധിക്കും. രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ ഏത് ഗ്രൂപ്പ് വഴിയാണോ ഈ പരിപാടിയിൽ എത്തിയത് ആ ഗ്രൂപ്പ് അഡ്മിനുമായി പേഴ്സണലായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഒരു ഡീറ്റെയിൽസ് ഒക്കെ തരും. ഏത് കോഴ്സിന് വേണമെങ്കിലും പേഴ്സണലായിട്ട് ഗ്രൂപ്പ് അഡ്മിനായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും.
തിരൂരിൽ എവിടെയാണ് സെന്റർ എന്നൊരു ചോദ്യം. തിരൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് സെന്റർ വരുന്നത്. മറ്റ് ഡീറ്റെയിൽസുകൾ അറിയാൻ പിന്നെ ഗ്രൂപ്പ് അഡ്മിനുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ അറിയാൻ കഴിയും. ടീച്ചേഴ്സ് ട്രെയിനിങ് 8 ജില്ലകൾ വരാനിരിക്കുന്നു. 8 ജില്ലകൾ ഇതൊക്കെയാണ്: മംഗലാപുരം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, കൊല്ലം. ഈ 8 ജില്ലകളിലും വ്യത്യസ്ത ദിവസങ്ങളിലാണ്. ഏപ്രിൽ 11 മംഗലാപുരം, ഏപ്രിൽ 12 കാസർഗോഡ്, 13 കണ്ണൂര്, 14 കോഴിക്കോട്, 15 മലപ്പുറം, ഏപ്രിൽ 17 പാലക്കാട്, 18 എറണാകുളം, 19 കൊല്ലം. നിലവിൽ പരിപാടി നടത്താനുള്ള അഡ്മിഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ബന്ധപ്പെട്ടാൽ സീറ്റ് കിട്ടുന്നതായിരിക്കും. 30 സീറ്റാണ് ഓരോ സ്ഥലത്തും ഉള്ളത്. പരിപാടി നടത്താനുള്ള അഡ്മിഷൻ ആയിട്ടുണ്ട്. വളരെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പിന്നെ ഗ്രൂപ്പ് അഡ്മിനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ പറഞ്ഞു കൊടുത്താൽ നല്ലതല്ലേ? സെന്ററുകളുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ, എന്നാ പിന്നെ അത് ആൾക്കാർക്ക് ഫോക്കസ് ചെയ്യാം. അതൊന്ന് വേണേ ചാറ്റ് ബോക്സിലും കൊടുത്താൽ നല്ലത്. അത് ചാറ്റ് ബോക്സിൽ ഞാൻ ഇപ്പോൾ ഇടാം. മറ്റെന്തെങ്കിലും പറഞ്ഞ ക്ലാസ്സുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല, നമ്മൾ കൊടുത്ത ഇപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകളുണ്ട്. നമ്മളെ ഈ അധ്യാപന ജീവിതം, ഖത്തീബ്, മുഅല്ലിം, മുദരിസൊക്കെ ആയിട്ടുള്ള ജീവിതം എങ്ങനെയാവണം, ഇതിന്റെ റിസൾട്ട് എന്ത് വേണം എന്നൊക്കെ ഹ്രസ്വമായി വിശദീകരിച്ചു. അതിനെപ്പറ്റിയുള്ള സംശയങ്ങളും ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിക്കാവുന്നതാണ്. മുഅല്ലിം ട്രെയിനിങ് ഫോളോ അപ്പ് ഉണ്ടാവുമോ? മുഅല്ലിം ട്രെയിനിങ് ഒരു 1 ഫുൾ ഡേ സെഷനാണ്. അത് പ്രധാനമായും നമ്മുടെ അധ്യാപന ജീവിതത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. പലർക്കും പഠിക്കാൻ കഴിയാത്ത, എഴുത്തും വായന അറിയാത്ത കുട്ടികൾ, പിന്നെ നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ കുറെ തടസ്സങ്ങൾ, മദ്രസയിലെ ജോലിയിൽ തന്നെ ചിലപ്പോൾ സഹപ്രവർത്തകരുമായി വരുന്ന പ്രയാസങ്ങൾ, അങ്ങനെ തുടങ്ങി പിന്നെ ഒരുപാട് അധ്വാനിക്കുന്ന റിസൾട്ട് ഒന്നും കാണുന്നില്ല. സംശയങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ അതിൽ ഉസ്താദിന്റെ നല്ലൊരു വിഷയാവതരണം ഉണ്ടാവും. ലേറ്റസ്റ്റ് പോസിറ്റീവ് സൈക്കോളജി മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകന്റെ അധ്യാപന ജീവിതം എന്ന് ഉസ്താദ് നല്ലൊരു വിഷയാവതരണം ഉണ്ടാവും. അതിന് കൂടെ പ്രാധാന്യം കൊടുക്കുന്നത് ചോദ്യോത്തര സെഷനാണ്. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ സംശയങ്ങളും ചോദിക്കാം. കേവലം ഒരു ഉത്തരമല്ല അതിനുണ്ടാവുക. പ്രാക്ടിക്കലി ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ മദ്രസയിൽ പോയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഉത്തരമാണ് കിട്ടുക. അതിനുശേഷം കുറച്ച് ദിവസം ഗ്രൂപ്പിൽ ഫോളോ അപ്പ്, ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ദിവസം അത് ഈ കോഴ്സ് തന്നെ അതിനർഹമായ ഒരു ഫീസൊന്നും വാങ്ങിക്കാതെ കുറെ ആളുകളിലേക്ക് ഇത് എത്തണം എന്ന ലക്ഷ്യത്തോടുകൂടെ ചെറിയൊരു ഫീസോടുകൂടെ ഒരു ദിവസത്തെ കോഴ്സാണ്. അതിന് ചുരുങ്ങിയ ദിവസം വാട്സാപ്പിൽ ഒരു കൊടുക്കാറില്ല. ആർക്കെങ്കിലും അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ അല്ലാതെ ലൈഫ് എൻറിച്ച്മെന്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് 3 മാസത്തെ കൃത്യമായ ഫോളോ അപ്പോടുകൂടെ വിത്ത് ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി, റിസൾട്ട് ഗ്യാരണ്ടിയോടുകൂടെ കൊടുക്കുന്ന പിന്നെ കോഴ്സാണ് ലെറ്റ് കോഴ്സ്. ആ കോഴ്സ് ചെയ്യുമ്പോൾ
നിങ്ങൾ എന്ത് ലക്ഷ്യമാണോ അതിലേക്ക് പറയുന്നത് അവിടെ എത്തിക്കാനുള്ള ഫോളോ അപ്പ് ഉണ്ടാവും. വാല്യൂം ട്രെയിനിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു ദിവസത്തെ കോഴ്സ് ആയതുകൊണ്ട് അതിലുണ്ടാവുന്ന നേട്ടങ്ങൾ നേടാം. നെറ്റ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. നെറ്റ് കോഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, സാമ്പത്തികം, നമ്മൾ ഇടപെടുന്ന സാമൂഹിക മേഖലകൾ, എല്ലാറ്റിലും നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നല്ല ഒരു വ്യക്തിയാവാനും സന്തോഷം കണ്ടെത്താനും എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് കേവലം തിയറികൾ പറയാനല്ല, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് 3 മാസം അതിൻ്റെ 4 മാസ കാല അടിസ്ഥാനത്തിൽ ചെയ്യിപ്പിച്ചുകൊണ്ട് റിസൾട്ട് കാണിച്ചു തരും. അതാണ് നെറ്റ് കോഴ്സ്. മറ്റു സംശയങ്ങളില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? ക്ലോസ് ചെയ്യാം. അൽഹംദുലില്ലാ, ഇവിടെ ഒരുപാട് ഉസ്താദുമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. എപ്പിസോഡിന്റെ ലക്ഷ്യവും മാർഗവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ല ഒരു ജീവിതം, നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. എല്ലാ സന്തോഷങ്ങളും സ്നേഹങ്ങളും എപ്പിസോഡിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. 3 സ്വലാത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.